ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ച് ബസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി, ഒരു ആഫ്രിക്കക്കാരൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തുണ്ട്, അവൻ ഹിഫ്ളാക്കുന്ന അവിടെ മത്തിനുകൾ മാത്രം ചെറിയ ചെറിയ കിതാബായിട്ട് എല്ലാം അടിച്ചിറക്കിയിട്ടുണ്ടാവും. അൽഫിയത്തുൽ ഇറാഖി, പിന്നെ നമ്മുടെ ഉസൂൽ ഫിഖ്, അതുപോലെ തന്നെ ഇൽമുൽ ഹദീസ്, അതുപോലെ തന്നെ ഫിഖ്ഹിലുള്ള ചെറിയ മത്തിനുകൾ, എല്ലാ ഫന്നിലുള്ള ചെറിയ മത്തിനുകൾ മാത്രം വേറെ വേറെ എന്തായിട്ടുണ്ടാവും. ഖരീദത്തുൽ ബഹിയ അഖീദയിൽ, അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ എല്ലാം ചെറിയ ചെറിയ കിതാബുകളൊക്കെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു വരുത്തം വരുന്നുണ്ട്. ഒരു കിതാബ് പിടിച്ചിട്ടുണ്ട്, ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവൻ ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ബസ് നല്ല റഷാണ്, തിരക്കിട്ട സമയമാണ്. അപ്പോൾ അവന് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ അവന് എവിടെ ഇരിക്കും? ഞാനിങ്ങനെ അവന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബസ്സിലെ പാസേജ് ഉണ്ടാവുമല്ലോ, നിൽക്കുന്ന സ്ഥലം, അവിടെ ഇങ്ങോട്ട് ഇരുന്നു. അവന് പടിഞ്ഞിരുന്നു. അവൻ ചുറ്റുഭാഗം ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഈ കിതാബിലുള്ളത്. അവൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുക. നമ്മൾ പള്ളിയിലിരുന്ന് ഓതി പഠിക്കും പോലെ അവൻ ആ മത്തിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ആരും ഒന്നും കാണുമെന്നോ അങ്ങനെയുള്ള ഒരു ബേജാറും ഇല്ല. കാരണം അതൊരു സുഖമാണ്. അതൊരു പിന്നെ നാട് വിടുക എന്നുള്ളതിൻ്റെ ഒരു സുഖം കൂടെയാണത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ട, ആരും പേടിക്കേണ്ട, ബേജാറാവേണ്ട, എന്തില്ല, ലജ്ജ എന്നുള്ള സാധനം വിഷയത്തിൽ സ്ഥിര സ്വഭാവമാണ്. അത് ഞാൻ പിന്നെ വ്യത്യസ്തമായ സമയങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു റമദാനിൽ ഇതുപോലെ നമ്മൾ ബഹുമാനപ്പെട്ട ഇമാമിന ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും നഫീസബീൻ്റെ അടുത്തേക്ക് പോകുന്നൊരു ജംഗ്ഷൻ ഉണ്ട്. സയ്യിദ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറോട്ടെടുക്കുന്ന, സുയ്യിത്ത് ഇമാമ് മറോട്ടെടുക്കുന്ന അവിടെ തന്നെ ഒരു ജംഗ്ഷനാണ്. അവിടെ പാലത്തിൻ്റെ ചോട്ടിൽ ഒരു കാക്ക ഇരിക്കുന്ന നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അയാൾ പിന്നെ യാചിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല, കച്ചവടം നടത്തുമെന്ന് പറയാം. അദ്ദേഹം ചെറിയ കുറച്ച് ടിഷ്യൂസൊക്കെ വിൽക്കാൻ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് പൈസ കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾ അത് യാചിക്കുന്നില്ല. മറിച്ച് അയാൾ അവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അയാളുടെ പണി എന്താണെന്നറിയോ? അയാളും ഖുർആൻ ഓതുക. കച്ചവടക്കാരനാണ്. അയാൾക്ക് ഇത് ആരെങ്കിലും വാങ്ങണം, ആരെങ്കിലും വിളിച്ചു വരുത്തി കൊടുക്കണം എന്ന് പോലും ആഗ്രഹമില്ല. അല്ലെങ്കിൽ അതല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത. അദ്ദേഹം ഖുർആനിലാണ്. ഖുർആൻ പിടിച്ചിട്ട് നല്ല പച്ച വെയിലത്താണ് ഇത് ചെയ്യുന്നത്, ഇരുന്ന് ഖുർആൻ ഓതുന്നു. നമ്മളിത് എങ്ങനെയെങ്കിലും റൂമിലേക്ക് പോയിട്ടൊന്ന് വിശ്രമിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന മനുഷ്യനാണ് ഇത് കാണുന്നത്. സമാനമായി പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒരേപോലെ, ചെറുപ്പക്കാരായ കുല്ലിയ തിജാറയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ഫയലിനകത്ത് ഖുർആൻ ഉണ്ടാകും, കയ്യിൽ തസ്ബീഹ് ഉണ്ടാകും. പക്ക നമ്മൾ ഈ ന്യൂജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ. ഇതാണ് ഒരു പിന്നെ ചെറിയ വിദ്യാർത്ഥികളുടെ രീതി പോലും. സോ അത് നമുക്ക് നൽകുന്നൊരു മോട്ടിവേഷൻ ചെറുതൊന്നുമല്ല. അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം.